ഹലോ ഗൈസ്, അപ്പം നമ്മളിന്നൊരു ഗ്രാനി ഗെയിം പ്ലേ ആണ് ഗൈസ്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. മ്യൂസിക് മീഡിയം മതിയല്ലേ? ഇതെല്ലാം മതിയല്ലേ? അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്നത് റംസാൻ. അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകുകയാണ്. ലോഡിങ്. ഡേ 1 ആണ് ഗൈസ്. ഗൈസ് ഗെയിം സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്ക് പോവാം എന്ന് തോന്നുന്നു ഗൈസ്. എല്ലാം തുറന്നിടണം. നല്ല സ്പീഡാണ് ഈ ചെറുക്കൻ ഗൈസ്. സ്പീഡ് അപാരം തന്നെ. നമ്മൾ കാറിൻ്റെ ഇടയ്ക്ക് കയറി വിളിച്ച് അമ്മച്ചിയുടെ എന്തോ ചെയ്യും അമ്മച്ചി. അടുത്ത ഏത് ഗെയിം പ്ലേ വേണമെന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. ഇറങ്ങാമോ? ഒരു പേടിയാ തള്ള. ഇവിടെ ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് പോവാൻ. മറ്റേ സാധനം മറന്നുപോയതിൻ്റെ തുറന്നു നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഒരു വർഷം അതി ഇരുന്നിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഗൈസ്. അവരിവിടെ എന്തൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. മറ്റേ നോക്കി കണ്ടൊക്കെ പോണേ അവർ ഇട്ട് വെച്ചേക്കുന്ന ഇവിടെ. ഇത് എവിടെയൊക്കെ തുറക്കുന്ന ഗൈസ്. തന്നെ ഇവിടെ ഗ്രീസ് ഓയിൽ തുറന്നിട്ടിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യം വിളിക്കുന്നു. ഇല്ല വിളിക്കും. നമുക്ക് അത് ഗൈസ്. ഇപ്പൊ തള്ളച്ചി എവിടെയാണെന്നും നമുക്കൊരു പിടിയുമില്ല. അയ്യോ, കയറാൻ പറ്റത്തില്ല. തള്ളച്ചി ഒന്ന് പോട്ട്. അത് താത്തപ്പോൾ അതങ്ങ് കയറി അടഞ്ഞു. ഇപ്പം തള്ളച്ചി വന്നിട്ട് പോയിട്ടുണ്ട്. ഒരു സൗണ്ടൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. തള്ളച്ചിയുടെ മാസം എൻട്രി കഴിഞ്ഞ് പോയതിൻ്റെയാണ്. ഇനി നേരെ മേളിൽ പോകും. അവർ ആ സൈഡ് പോയെങ്കിൽ ഈ സൈഡ് പോകും. കാര്യമില്ല. ഇനി നമുക്ക് താഴെ കൂടെ തന്നെ പണി ചെയ്യാം. ഇവിടെ വല്ലതും ഉണ്ടോ? തട്ടിയില്ല. മേലയിൽ പോകാൻ ഗൈസ്. എപ്പോഴും കളിക്കണം ഗൈസ്. ഈ ഗ്രാൻഡിങ്ങോട്ട് വരട്ടെ. അപ്പോഴത്തേക്ക് തള്ള വരുമ്പോൾ പറത്തി വിട്ടോണം നമുക്ക്.
പക്ഷെ അവിടെ ഇരുന്നിട്ട് അച്ചിയുടെ ഒരു മാസം ഇന്റർവ്യൂവിൽ നമ്മൾ ഇതുവരെ കണ്ടില്ല ഗൈസ്. ഞങ്ങൾ വിചാരിച്ച് മേളിൽ പോകാൻ ഇതെവിടെയായിരുന്നു? കാറിലല്ലേ? ഇവിടെ ഇട്ടിട്ടങ്ങ് പോവാ. സൗണ്ട് വരും. എന്നിട്ട് വരുമ്പോ എന്തുവാ വരുമ്പോ ഇതിലോട്ട് വരിക. ഓക്കെ, നമ്മളിവിടെ തന്നെ വന്നു അവിടെ നിൽക്കുമ്പോ കള്ളച്ചി മുട്ട വെച്ച് ഇനി നമുക്ക് ആ വന്ന മുട്ടൊക്കെ കയറി പോവാം. അങ്ങ് കയറി അങ്ങനെയല്ല, നമ്മൾ ഒപ്പിക്കണം വഴിയിൽ. ഓക്കെ ഗായ്സ്, നമ്മളാ ഒരു പാവ കിട്ടിയിട്ടുണ്ട്. എന്തുവായിരുന്നു? വീൽ ക്രാക്ക്. മറ്റിവിടെ ബോട്ട് തളച്ചി എവിടെയെങ്കിലും കൊണ്ട് അയ്യോ ആ കെട്ടൊക്കെ കയറി ക്യാമറ വെച്ച് അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യും. എന്നിട്ട് തിരിച്ച് മേളിലോട്ട് പോകണ്ടേ? അങ്ങോട്ട് വരാം. അവരെ മാസം പിന്നെ നമ്മൾ കാണുന്നു. എന്തായാലും അവർക്ക് തിരിച്ച് അങ്ങനെ പോകാൻ പറ്റൂല, അവർക്ക് കുനിയാൻ പറ്റത്തില്ലല്ലോ. ഒന്നും ഇടരുത് കാര്യം ഞങ്ങളിവിടെ ആരും കക്കൂസിലൊക്കെ പോണം. അത് തന്നെ ഞാൻ അതുവഴി പോവാൻ നമുക്ക് കക്കൂസിലൊക്കെ. അയ്യോ കണ്ടാ പക്ഷെ അവരിട്ടത് തെറ്റിപ്പോ മൂലത്തിലായിപ്പോയി, മൂലക്കായിപ്പോയി. പെട്ടെന്ന് ബുദ്ധിമാൻ രാവിലെ പോകുന്ന നമുക്ക് ഒന്നും പോകത്തില്ല. തട്ടിയിട്ട നമ്മള് ചിലപ്പോ അതീ തട്ടിക്കിടക്കും. പിന്നെ താത്ത അത് പിടിക്കാൻ വരും. ഇതുവഴി തന്നെ
പോടാ. ഓടുന്നു നമ്മളവിടെ ഉടുപ്പ് കണ്ടപ്പോഴേ ഓടി. യോ എന്ത് പൊങ്ങാങ്ങോട്ട് ഉടുപ്പ് കഴിവത്തില്ലല്ലോ. നമുക്ക് കക്കൂസി കയറാം ഗൈസ്. മാസ് എൻട്രിയാ. അയ്യോ ഇനി ഇവിടെ വരും. ഇവിടെ എന്തോ ഇവിടെ വിളിക്കാൻ. മൈ ഗോഡ് അമേസിംഗ്. ഒളിപ്പൊക്കെ വേണ്ടേ? നാളെ രാവിലെ തീരത്തുള്ളൂ. അതാ പാട്. ഇതാ വന്നോ ഒരു പറന്ന് വന്നു. യൂസേൻ ബോൾട്ടിന്റെ മോളാന്ന് തോന്നുന്നു. അനിയത്തിയ. ഇവരപ്പ ഇറങ്ങി നമ്മൾ ഈ കുടി വഴി അങ്ങ് ഇറങ്ങും. നമ്മളിത് ഗായ്സ് ഇത് തട്ടിയിട്ടിട്ട് നമ്മൾ ഒറ്റയിടും. അപ്പൊ അവരിങ്ങോട്ട് വരും, നമ്മൾ താഴോട്ടും പോകും. ബുദ്ധി അവർ വരട്ടെ. തുടങ്ങിയിട്ടുണ്ട്. ഹായ് ഒന്നുമില്ല ഉണ്ടായിരുന്ന ഞാൻ പഠിക്കായിരുന്നു. റെഡിയായില്ല. ഇനി ഒരു സാധനം കൂടെ ഇന്ന് ആറ് കണ്ട് കളയായിരുന്നു. വരുന്നില്ല. അവരെങ്ങനെ അത് പെട്ടെന്ന് നല്ല ബുദ്ധിപരമായാണ് കളിക്കുന്നത്. അവര് നമ്മളല്ല. നമ്മൾ വണ്ണിൽ ഇച്ചിരി എങ്കിലും കാണിച്ചു, പക്ഷെ ടൂലൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. ചത്തു. അവരവിടെ ഓടിക്കളിക്കുകയാണ്. നമുക്ക് ആ റൂമിൽ ആ കാറിൻ്റെ ബാറ്ററി എടുക്കാൻ ചെന്നപ്പോൾ ആ തള്ള വന്നു. ആ പിന്നെ എന്തോ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ നിന്ന് അവരിങ്ങനെ ഓടിക്കളിക്കാൻ വരും. വല്ലൊക്കെ കൈ പിടിച്ചുകൊണ്ടിരിക്കും. ഇവിടെ വരട്ടെ, നമുക്ക് കുഞ്ഞു തള്ള എത്തിയിട്ടുണ്ട്. ഹുസൈൻ ബോൾട്ടിന്റെ അനിയത്തി. നല്ല പാട്ടൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. ഗസ് എനിക്ക് തോന്നുന്നു 2 ഗ്രാനി ഉണ്ടെന്ന്. ഗസ് ചിരിച്ചോണ്ടൊക്കെ കയറിപ്പോയി. അങ്ങോട്ടല്ലായിരുന്നു നമുക്ക് പോവുള്ള. അങ്ങോട്ടായിരുന്നു. അല്ല, നമുക്ക് അങ്ങോട്ടായിരുന്നു. ഗോഡ്, ഇത്രയൊക്കെ എവിടെ നിന്ന് കിട്ടി? ഇവിടെ വിളിച്ചിട്ട് നമ്മൾക്ക്
നമ്മൾ കളിക്കുമ്പോൾ ഗൈസ് ഇവർക്ക് നല്ല ബുദ്ധിയാണ് ഗൈസ്. നമ്മളെ ബുദ്ധി വിമാനം വിമാനം അവിടെ കാണുമെന്ന് എനിക്കൊരു സംശയം. ഓടൂ, ഇത് കണ്ടിട്ടുണ്ട്. കുറേ കാട്ടി സ്പീഡിലാണ്. നമുക്ക് ഈ എൻജിൻ കൊണ്ട് വെക്കണം കാറിൻ്റെ. നമുക്ക് ഇതുവരെയായിട്ട് കാർ കീ കിട്ടിയിട്ടില്ല. മറ്റതും അത് വെക്കാൻ പറ്റത്തില്ല, അത് കാർ കീ വേണം. ചെയ്തിട്ടില്ല. മറ്റേ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ബുദ്ധി കൊണ്ടിരിക്കണം. എന്തോ തട്ടി ഇടാനാ. അപ്പോൾ നമ്മൾ ഈ സാധനം എന്തുവാ വീല് ആ സാധനം കൊണ്ട് എടുത്തിട്ടുണ്ട്. വെള്ളത്തി ഒഴിക്കാനാണ്. ഡ്രോപ്പ് ബാക്കിൽ കയറാൻ കണ്ടു. അപ്പോൾ ഗൈസ് നമ്മളെ വീടെടുത്തിട്ടുണ്ട്. ഗൈസ് ഒരു പോയിട്ടുണ്ട്. നമുക്കും പോവാം. ഈ സമയം കൊണ്ട് എവിടെയെങ്കിലും ചെയ്യും. ഇവിടെ വെയിറ്റ് ഒന്നും ചെയ്യണ്ട, നമുക്ക് അടിച്ചു വിട്ടൊന്നും എല്ലാം ചെയ്യാൻ പറ്റും. പോയി ചാവുന്നെങ്കിൽ ചാവട്ടെ. അവരെത്തിയും തോന്നില്ല. ബാക്കിലുണ്ട് കിട്ടിടാ. ഈ പെണ്ണുണ്ട്. പോയി കഴിഞ്ഞാൽ നമ്മൾ തോക്കിനുണ്ടിടുക, ഇത് വെക്കുക, അടിച്ച് പൊട്ടിക്കൂടെ വെച്ച് പണി പോളും. അല്ല, നമ്മളെ തോക്കിൻ്റെ കാര്യങ്ങൾ ഫുൾ ഓക്കെ ആക്കി. ഇതേ നടന്നിട്ടുള്ളൂ, വേറെ കാറും നടന്നിട്ടുണ്ട്. തോക്കൂടെ മണ്ട കുട്ടിക്ക് ഉണ്ടയും കൂടെ വെച്ച് എടുത്തോണം, ഇല്ലെങ്കിൽ അടി. രണ്ടുണ്ടെന്ന് ഒറ്റ അടിക്ക് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ നമുക്ക് ഇവരെ മേളിൽ നമുക്ക് പോവാനുള്ള ഇങ്ങോട്ട് വിളിക്കും, അപ്പുറത്ത് വിളിക്കാൻ. നമുക്ക് ആ സ്റ്റെപ്പിൽ അടിക്കാം. ഡാൻസ് ഒന്നും കളിക്കത്തില്ല, നമുക്ക് അപ്പോഴേ പോണ്ടേ. ഈ സ്റ്റെപ്പിലാണ് അടിച്ചത്.
പെട്ടെന്നാവട്ടെ. ഷൂട്ട് സമയം കുത്താ നിൽക്കുക. അടി നടന്നില്ലെങ്കിൽ നമ്മക്ക് ഡാൻസും ഇല്ല. അവര് ഇന്ന് ഡാൻസ് കളിക്കും. സമയം കിട്ടുന്നില്ലല്ലോ. തോക്കറിഞ്ഞപ്പോ അവര് വരുത്തൂല്ല. പെട്ടെന്നാവട്ടെ മോളെ. അത് കൊള്ളായിരുന്നു. 1 മിനിറ്റേ ഉള്ളൂ. അടിച്ചു വീണപ്പോ വാഴത്തണ്ട് വീണ പോലെ അവര് വീണിട്ടുണ്ട്. മേളിൽ പോയി എല്ലായിടത്തും കൂടെ കാണുന്ന എല്ലാം അങ്ങെടുത്തു. ഈ തള്ള നീ അല്ലേ മുന്നേ അങ്ങോട്ട് വീണ, പിന്നെയും അടിച്ചടിച്ചിരിക്കുക. ഉള്ള സമയമില്ല. മറ്റേ ഇവിടെ വരാൻ പേടിയായിരുന്നു. ഇതിൻ്റെ അകത്തൊന്നും ഇല്ലല്ലേ. ഇതെവിടെയാ? മറ്റേ വെട്ടുന്നില്ലേ? പെട്ടെന്നാവട്ടെ പോയി. ഇല്ല പെട്ടെന്നൊക്കെ സൗണ്ട് വെറുതെ പേടിപ്പിക്കൂ. ഊറിപ്പോവില്ല നമ്മള്. ഇതും അവര് വീണേക്കുവാണ് അവിടെ. അല്ലേ നമ്മളും ചമ്മ ഇതൊക്കെ താടെ കാണിക്കണത്. എഞ്ചിൻ പാർട്ടോട് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് തോക്കിൽ ലോഡ് കയറ്റണം. അത് വളർത്തണം. നമുക്ക് ഒരു വട്ടോടെ വാഴയെ കളയണം. പെട്ടെന്നാവട്ടെ. തോക്കെടുക്കണം. തോക്കെടു പോയി മറന്നുപോയി. ഗൈസ് 2 മണിക്കൂറിലിരുന്നു. എന്തരായിരുന്നു ഇവിടെ ഒരു ഇത് വേണം. അത് അത് തോക്ക് വെച്ചെടുക്കാലോ. വിമാനം പറന്നു ഗൈസ്. വിമാനം പറന്നു. പക്ഷെ അവരിപ്പം വരും. അവര് മറ്റേ ഇപ്പം വരും. കണ്ടോ ഗൈസ്? വിമാനം പോയി. നമുക്കിനി തോക്കിന് ലോഡ് എന്റെ തല പുകഞ്ഞു പോകുന്നു. ഞാൻ നോക്കിയപ്പോ എന്തോ ഒരു വടി പോലത്തെ ഒരു സാധനം. ഇനി നമ്മൾ ഇത് പൊട്ടിച്ചു കഴിഞ്ഞിട്ടോ 4 ഒരു സൈഡിൽ പോയിരുന്ന എന്നിട്ടൊരു ഗുഹയുടെ ടെൻഷൻ ഓർമ്മ സ്ഥലമാണ് ഗൈസ്. ഒരു വെട്ടി കിടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പാട്. ഇതൊക്കെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാല് നമ്മളെന്തോ ചെയ്യും? നമുക്ക് ആ തോക്കിനുണ്ട വെച്ച് ഇതെടുത്താലോ?
എട് പോ. അയ്യോ, മറന്നു. എടി ഞാൻ അവൻ എണീറ്റ്. ഈ കളിയുടെ ഒന്ന് ഉള്ളല്ലേ. ഞാൻ അവൻ കളിക്കാം. എണീറ്റ്. ഒരെണീറ്റാ ഇതൊക്കെ ഇപ്പൊ ഇട്ടത് അതെന്തായാലും ഞങ്ങളിപ്പോ ഈ വഴിയല്ലേ ഇറങ്ങുന്നത്. ഉണ്ട് ഇല്ലേ, ഇവിടെ ഉണ്ട്. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ ടാറ്റ.